ഹലോ ഹായ്, ഇന്ന് വൈകുന്നേരം അപ്പോൾ മധുരക്കിഴങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഷ്ണമായിട്ട് മുറിച്ച് അതിൻ്റെ തൊലിയിൽ നല്ല മണ്ണുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് മാക്സിമം വാഷ് ചെയ്ത് കളഞ്ഞിട്ട്, എന്നാലും നമുക്ക് പറ്റാത്തത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അതാകുമ്പോൾ 1-2 വിസിലിന് തന്നെ നന്നായിട്ട് വേവും. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ മുട്ടയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് സൈഡായിട്ട് നമ്മൾ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കുകയാണ്. നമ്മളെ വീട്ടിലുണ്ടാകിയ തന്നെ നല്ല കാന്താരി മുളകുണ്ട്, നല്ല എരിവാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ നന്നായിട്ട് ചതച്ചെടുത്തു. ആ ചതച്ച ചമ്മന്തിയിൽ തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ സെറ്റാക്കി വെച്ചു. ഈ സൈഡിൽ ഈ കല്യാൺ കഴുകിയില്ല കേട്ടോ. ഇതിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലൊരു ഉരുള ചോറും കുറച്ച് പച്ചടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് ആ ഒരു ഉരുള കഴിച്ചു. സ്വർഗ്ഗം, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പണ്ടൊക്കെ അമ്മയും ഇതുപോലെ ചമ്മന്തി അരയ്ക്കുമ്പോൾ അതിൽ ചോറിട്ട് കഴിക്കുന്നു, അതേപോലെ ഒരു ഫീൽ തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ ചമ്മന്തി സെറ്റായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉപ്പാണ് ഒഴിക്കാറ്, പക്ഷേ ഞാനിവിടെ കട്ടത്തൈരാണ് എടുക്കുന്നത്. കാരണം നമ്മൾ കപ്പയ്ക്കും ഇതിക്കൊക്കെ തൈര് വേറൊരു ടേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് തന്നെ പുളിയില്ല, നല്ല കട്ടത്തൈരാണ്. അത് അത്യാവശ്യത്തിന് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് തന്നെ ഇതാ ഈ ഒരു പരിവായിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം കഴിക്കാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡായിട്ട് ഞാൻ കുറച്ച് മാങ്ങച്ചാറും എടുത്തിരുന്നു. പിന്നെ കുറച്ച് മുട്ട കട്ട് ചെയ്ത് വെച്ചു, ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ. സംഭവം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കാരണം കിഴങ്ങ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അച്ചാറും തൈരും എല്ലാം കൂടി നല്ല രസം.